അപ്പൊ തുടങ്ങാം അല്ലേ? അത് മക്കളും കൊച്ചന്മാരും കൂടെ അയക്കും. നിങ്ങളുടെ മക്കൾ ആരെങ്കിലും മതവിദ്യാഭ്യാസത്തിന് പോകുന്നുണ്ടെങ്കിൽ, അതും ദർസുകളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ, അവര് ലീവിന് വരുന്ന സമയത്തൊക്കെ ഒരു തുറന്ന സംസാരത്തിന് നിങ്ങൾ അവിടെ കടം ഒരുക്കണം. തീർച്ചയായിട്ടും. കാരണം ഞാൻ 3ഓളം ദർസുകളിലായിട്ടാണ് എന്റെ മതപഠനം ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഈ 3ഓളം ദർസുകളിലായിട്ട് പഠിച്ച സമയത്ത് ആ ദർസിൽ നിന്നും, അതുപോലെ തന്നെ അവിടെയുള്ള കുട്ടികൾ പലരും പല ദർസുകളിൽ നിന്ന് വന്നവരായിരുന്നു, മാറി മാറി വന്നവര്. പിന്നെ അതുപോലെ തന്നെ ചുറ്റുമുള്ള പല ദർസുകളെ കുറിച്ചും എനിക്ക് കേട്ടറിവും ഉണ്ടായിരുന്നു, അത് ഉസ്താദുമാരിൽ നിന്നും കുട്ടികളിൽ നിന്നൊക്കെ തന്നെ. അപ്പൊ അതിൽ നിന്നൊക്കെ എത്തിയ ഒരു ടോട്ടൽ കൺക്ലൂഷൻ ആണ് ഞാൻ പറയുന്നത്. പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങില്ല. നിന്നൊരു പാഠം പഠിപ്പിക്കാതെ ഞാൻ വിടില്ല കാതറേ. ഈ മതവിദ്യാർത്ഥികൾ എന്ന് പറയുമ്പോൾ തന്നെ പൊതുവെ പള്ളിയുമായി ബന്ധപ്പെട്ട് കഴിയുന്ന ചില ആളുകൾക്ക് തന്നെ അവരെ ഉപയോഗിക്കാൻ പറ്റും, അവരെ ലൈംഗികമായി തന്നെ ചൂഷണം ചെയ്യാൻ കഴിയുന്ന ഒരു മനസ്ഥിതി ഉള്ള പോലെയാണ് പലർക്കും. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? ഇതില് ചൂഷണത്തിന് ഇരയായ കുട്ടികളിൽ ഈ ഇരയാക്കുന്നവരിൽ ആരൊക്കെ ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്യുന്ന സാധനം ഏകദേശം കുട്ടികളെ പഠിപ്പിക്കുന്ന ഉസ്താദുമാരിലേക്കാണ് പലപ്പോഴും ചർച്ച എത്താറുള്ളത്. പറഞ്ഞതിൽ വെച്ച് എന്നെ ഞെട്ടിച്ച സംഭവം, അവരിൽ ചിലരെ അവരുടെ ദർസുകളിൽ നിന്ന് ഉസ്താദുമാർ തന്നെ യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് ഞെട്ടിക്കുന്ന ഒരു അറിവായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഒട്ടുമിക്ക ദർസുകളിലും ഉസ്താദുമാർ ചെയ്യുന്നുണ്ട് പലരും. എല്ലാ ഉസ്താദുമാരും ഒരു ഉസ്താദോ ഫോബിയ ഉണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത് വലിയ കാര്യാക്കണ്ട ഏലിയാമ്മേ, ചില ഉരുപ്പിടികൾ അങ്ങനെയാ, പ്രായമായാലും ഒതുങ്ങിയ. പക്ഷെ ഉസ്താദുമാരിൽ ഒരുപാട് പേര് ഇത് ചെയ്യുന്നുണ്ട്. പിന്നെ പോയി എന്റെ തൊപ്പി പോയി ഉറപ്പായി. അതേപോലെ തന്നെ കുട്ടികളുടെ സീനിയേഴ്സ്, ഇവർ പഠിക്കുന്നിടത്ത് സീനിയേഴ്സ് ജൂനിയേഴ്സ് ആയിട്ടുള്ള കുട്ടികളെ അവരുടെ ആ ഒരു പ്രായത്തിന് അവരുടെ ഒരു കെൽപ്പില്ലായ്മയൊക്കെ മുതലെടുത്തുകൊണ്ട് അവരെ യൂസ് ചെയ്യുന്നവരുണ്ട്. എന്നാൽ ഇത് അവിടെ നിൽക്കുന്നില്ല. ഇതില് കുറെ കുട്ടികൾക്ക് ഇത്തരം അനുഭവങ്ങൾ, ദുരനുഭവങ്ങൾ ഉണ്ടാകുന്നത് പള്ളി കമ്മിറ്റിക്കാരിൽ ചിലരിൽ നിന്ന് ഉണ്ടാവാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ വേറെ ചിലർക്ക് ഇത്തരം ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് പുറത്തൊക്കെ ഭക്ഷണം കഴിക്കാൻ ചില ദർസുകളിൽ, ഹോട്ടലുകളിൽ ഒരു നേരം അങ്ങനെയൊക്കെ ഏർപ്പെടുത്താറുണ്ട്. ഈ സമയത്ത് അവിടെ ഭക്ഷണം കഴിക്കാൻ വരുന്ന ചില ഞരമ്പന്മാർ, അതുപോലെ ഈ ഭക്ഷണം കൊടുക്കുന്ന ആളുകൾ തന്നെ ഈ ഒരു ഉദ്ദേശത്തിൽ കൊടുക്കുന്ന ആളുകളുണ്ട്. ഇവനെന്താ ഇങ്ങനെ? എന്നിട്ട് അടുത്ത് ചെന്നിരുന്നിട്ട് തുടയിലും മറ്റൊക്കെ കൈവച്ചിട്ടും മറ്റൊക്കെ ഉള്ള സംഗതികളൊക്കെ ഉണ്ട്. എന്നിട്ട് ഈ കുട്ടികള് പലരും എന്നോട് ഈ ഒരു അനുഭവം ഷെയർ ചെയ്യുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യണം എന്നറിയാത്തൊരവസ്ഥയിലെ പോയി. ഒരു കുട്ടി എന്നോട് വന്നിട്ട് സങ്കടം പറഞ്ഞു. അവൻ പറയുമ്പോ ആ കൂട്ടത്തിൽ സീനിയർ ആണ് കേട്ടോ. അവൻ ഏകദേശം അന്ന് എന്നോട് ഈ പരാതി പറയുമ്പോ അവന് 16 വയസ്സ് ആണുള്ളത്. അപ്പോ ഞാൻ അന്ന് രാത്രി ഒരു ഇശാ നമസ്കാരം കഴിഞ്ഞ് ഞാൻ എന്റെ പള്ളിയുടെ അടുത്തുള്ള അങ്ങാടിയിലൂടെ ഇങ്ങനെ കറങ്ങിയിട്ട് ഞാൻ അങ്ങനെ വരുന്ന സമയത്ത് ഇവൻ ഇങ്ങനെ ഇതിന്റെ ദർസിന് മുമ്പിൽ നിൽക്കണം. അപ്പൊ ദർസ് അവധിയാണ്. അപ്പോ ഇവനിങ്ങനെ നിൽക്കുന്ന കണ്ടപ്പോ ഞാൻ പറഞ്ഞു, എടാ നിനക്കുന്നാല് ഞാൻ വരുന്നവരെ അങ്ങാടി കൂടെ ഒന്ന് കറങ്ങി വന്നൂടായിരുന്നു എന്ന് ചോദിച്ചു. അപ്പൊ ആ സമയത്ത് അവൻ എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് താടിയും മീശ ഉള്ളതുകൊണ്ട് നിങ്ങൾക്കത് പറയാം, എനിക്കത് പറ്റൂല എന്നത്. അപ്പോഴാണ് അവൻ പറയുന്നത് അങ്ങാടിയിലും ഇത്തരം ചൂഷണങ്ങള് രാത്രികളിലും മറ്റൊക്കെ അവൻ നേരിട്ടിട്ടുണ്ടെന്നുള്ളത്. അപ്പൊ ഒരു കയ്യബദ്ധം, ഒരുപാട് പേര്, ഒരു ഇത്തരം ഞരമ്പന്മാരായിട്ടുള്ള കുറെ ക്രിമിനൽ മൈൻഡുള്ള കുറെ പേര് അവർ കരുതുന്നത് ഈ രീതിയിലുള്ള വെള്ളക്കുപ്പായുള്ള ഇട്ട കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഈ രീതിയിൽ യൂസ് ചെയ്യാനുള്ളതാണെന്ന്. ഇനി നീ എങ്ങാനും അപ്പൊ ഇങ്ങനെ പല രീതിയിലെ ദുരനുഭവങ്ങൾ ഇവർക്ക് ഉണ്ടാവുന്നുണ്ട്. പിന്നെ അതേപോലെ എന്നോട് പലരും പരാതി പറഞ്ഞത്, പല കുട്ടികൾ, ആ കുട്ടികൾ ആരെങ്കിലും ഇപ്പൊ കേൾക്കുന്നുണ്ടെങ്കിൽ അവരോട്, ഇപ്പൊ അവർ വളർന്ന് വലുതായിട്ടുണ്ടാവും, അവരോട് പറയാനുള്ളത്, നിങ്ങളെ ചൂഷണം ചെയ്ത നിങ്ങളുടെ സീനിയേഴ്സ്, നിങ്ങളുടെ ഉസ്താദുമാർ, അവർക്കെതിരെ ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പരാതി കൊടുക്കും. ഇനി ഇത് ചർച്ചയാവുന്ന സമയത്ത് കുരുത്തക്കേടെന്ന് പറഞ്ഞ് മൂടി വെക്കലേ. കാരണം ഒരുപാട് പേര് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് അവർ ചൂഷണം ചെയ്യപ്പെടുകയാണ്. എന്നാൽ ഇവർക്കെതിരെ, ഈ ചൂഷണം ചെയ്തവർക്കെതിരെ നിയമ നടപടികൾ ഉണ്ടാകുന്ന സമയത്ത് തീർച്ചയായിട്ടും അത് അവർ നിർത്തും. അവർ പേടിച്ചിട്ടെങ്കിലും ഇത് നിർത്തും. അതാണ് പറയാനുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഈ വിഷയത്തില് ഒരുപാട് പേര് ഇത് പാരമ്പര്യമായിട്ട് ഇങ്ങനെ കൈമാറുന്ന പോലെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. സീനിയേഴ്സ് ജൂനിയേഴ്സിനെ ചൂഷണം ചെയ്യും. പിന്നെ ഈ ജൂനിയേഴ്സ് വളർന്ന് സീനിയേഴ്സ് ആകുമ്പോൾ അടുത്ത ജൂനിയേഴ്സിനെ, ഈ രീതിയിലൊക്കെ. ഇത് എല്ലാ കുട്ടികൾക്കും ഈ ഒരു അനുഭവം ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഒരുപാട് പേർക്കുണ്ട്. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിന്റെ ഒരു പോക്കേ.
ഇപ്പോ ഇന്ന് എന്റെ കൂടെ അന്ന് പഠിച്ചിരുന്ന ഒരു കുട്ടി എന്നെ ഇന്ന് വിളിച്ചിരുന്നു. അപ്പോഴും അവനും പറയാനുള്ളത് ഈ കഥ തന്നെയാ. അവൻ എന്നോട് പറഞ്ഞു, അന്ന് വെള്ളക്കുപ്പായം ഇട്ടിട്ട് കിതാബോധി പഠിപ്പിച്ചിട്ട് അവരെന്നോട് ചെയ്തത് എന്താണ് എന്നുള്ള ഒരു സംഗതി അവൻ എന്നോട് പറഞ്ഞു. അത് അവന്റെ സീനിയേഴ്സിനെ കുറിച്ചാണ് പരാതി പറഞ്ഞത്. പക്ഷെ ഇവർക്ക് ആർക്കും ഇത് പബ്ലിക്കിൽ പറയാനുള്ള ഒരു ധൈര്യമല്ല. പബ്ലിക്കിൽ എന്ന് പറയുമ്പോ ഇപ്പൊ ഒരു പരാതി കൊടുക്കാന്നുള്ള രീതിയിലൊന്നും പറയാൻ പലർക്കും ധൈര്യമില്ല. ഇപ്പൊ ഞാൻ തന്നെ രണ്ടും കൽപ്പിച്ചിറങ്ങിയതുകൊണ്ടല്ലേ ഇതൊക്കെ പറയുന്നത്. എന്താ നിന്റെ ഉദ്ദേശം? ഇപ്പൊ ഒരു കുട്ടി ഒരിക്കൽ എന്നോട് വന്നിട്ട് പറഞ്ഞു, ദർസിൽ പഠിക്കുന്ന സമയത്ത് എന്നെ ഈ കമ്മിറ്റിക്കാരനായ ഇന്നയാൾ എന്നെ ഉപയോഗിക്കുന്നുണ്ട്, എന്റെ ബിസിനസ് എന്നൊക്കെ പറഞ്ഞ ഒരു തരം ചുറ്റിക്കളിയാണ് ശിവൻകുട്ടി. അയാൾ എന്നെ വിളിച്ചു കൊണ്ടുപോകുന്നുണ്ട്, എനിക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പൊ ഈ സമയത്ത് എന്റെ ഉള്ളിൽ ഒരു വെള്ളിടി വെട്ടാണ്, ഇതെങ്ങാനും വല്യുസ്താദ് അറിഞ്ഞു കഴിഞ്ഞാൽ വല്യുസ്താദും തകർന്നു പോകും. അപ്പൊ വല്യുസ്താദിനെ നമ്മൾ അറിയിക്കാതെ ഈ കാര്യം ഡീൽ ചെയ്യണം എന്ന് എനിക്ക് തോന്നി. അപ്പൊ അതേ ഒരു പാവ മനുഷ്യനായിരുന്നു. ഈ ഉസ്താദ്മാർ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പഠിച്ച ദർസുകളിലൊന്നും ഈ പ്രധാന ഉസ്താദുമാരൊന്നും തന്നെ ആ ഒരു രീതിയിലുള്ള കണ്ണുകളുള്ള ആൾക്കാരായിരുന്നില്ല. അപ്പൊ ഈ ഉസ്താദുമാർ ഇത് അറിയുന്ന സമയത്ത് അവർ തകർന്നു പോകും, അവർ പാവങ്ങളാണ്. അപ്പൊ ഞാൻ ചെയ്ത കാര്യം എന്താ വെച്ചാൽ, ഈ കുട്ടിനോട് ഞാൻ പറഞ്ഞു, നീ റഹിച്ചാ മോലിയാർ, ഞാൻ അങ്ങനെ വിളിച്ചിരുന്നു, റഹിച്ചാ മോലിയാർ എന്നാ വിളിച്ചിരുന്നത്, റഹിച്ചാ മോലിയാർ ഇത് അറിഞ്ഞിട്ടുണ്ട് എന്ന് നീ പറയണം എന്ന് പറഞ്ഞു. അപ്പൊ അവൻ ചെന്നിട്ട് ഒരു തവണ ഇയാൾ വിളിച്ച സമയത്ത് പറഞ്ഞു, റഹിച്ചാ മോലിയാർ ഇത് അറിഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം അവനെ വിളിച്ചിട്ടില്ല. അപ്പോ ഇത് പലരും നന്നായിട്ടുള്ള അനുഭവങ്ങൾ ഞാൻ കുറച്ച് സമയം കൊണ്ടൊന്ന് കൺക്ലൂഡ് ചെയ്തതാണ്. ഇപ്പൊ ചില ഉസ്താദ്മാർ എന്റെ മതനിരാസം അറിഞ്ഞതിന് ശേഷം ഒരു 2-3 വർഷം മുമ്പ് എന്നെ വിളിച്ച ചില ഉസ്താദ്മാരോട് ഞാൻ ഈ വിഷയം പങ്കുവെച്ച സമയത്ത് അവരെന്നോട് വളരെ നിസ്സാരമായിട്ട്, എന്നെ പഠിപ്പിച്ച ആൾക്കാരല്ല, ഇത് മറ്റു പല ദർസുകളിൽ പഠിപ്പിക്കുന്ന ചില ഉസ്താദ്മാരാണ്, അവരോട് ഞാൻ ഈ വിഷയം പറഞ്ഞപ്പോ അതൊക്കെ എല്ലായിടത്തും ഉള്ളതല്ലേ. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? അവർ നിസ്സാരവൽക്കരിക്കാണ്. ഈ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ട്രോമയോ അവർ ചൂഷിതരാകുന്നതൊന്നും അവർക്ക് വിഷയം. അപ്പൊ ഇതൊക്കെ പറയേണ്ട ഒരു സംഗതിയാണ്. ഈ രീതിയിൽ ചൂഷണം ചെയ്യപ്പെടുന്ന എവിടെയാണെങ്കിലും, അതിന് ഈ പള്ളി മേഖലയിലാണെങ്കിലും പൊതുപള്ളിയിലാണെങ്കിലും അതൊക്കെ ചർച്ച ചെയ്യപ്പെടുകയും അവർക്ക് വേണ്ട നീതി ലഭിക്കുകയും വേറൊരു കുട്ടി, ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ചൂഷണം ചെയ്യപ്പെടാതിരിക്കുകയും വേണം. ഇതൊരു നടക്ക് പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. അതിനെതിരെ ശക്തമായി പറയുകയും അതിനെതിരെ നടപടികൾ ഉണ്ടാകും വേണം. 5ാം ക്ലാസ്സും ഗുസ്തിയും വെച്ച് വെട്ടിവെക്കാൻ ഇറങ്ങിയ മുതലാളിമാർക്ക് സായിപ്പിന്റെ ഭാഷ വഴങ്ങില്ലെന്നറിയാം. അപ്പൊ ചൂഷിതരായവരോട് പറയാനുള്ളത്, നിങ്ങൾ ഇങ്ങനെ നിശബ്ദരായി പേടിച്ചിരിക്കല്ലേ എന്ന് മാത്രമാണ് അവസാനമായിട്ട് പറയാനുള്ളത് ഈ വിഷയത്തിൽ. അടികൊണ്ട് കിടക്കേണ്ടെന്ന് പറയില്ല, എന്തൊരു ഡിസിപ്ലിൻ. ഞാൻ പോകുന്നു. ബൈ ബൈ.